Good morning. So, my topic is stages of returns to scale and assumptions. So, let's check what is stages of returns to scale. First point, when the scale of production is expanded by increasing all input factors, the effect on output shows three phases or stages. എല്ലാ ഇൻപുട്ട് ഘടകങ്ങളും വർദ്ധിപ്പിച്ച് ഉൽപ്പാദനത്തിൻ്റെ തോത് വികസിപ്പിക്കുമ്പോൾ ഔട്ട്പുട്ടിലെ പ്രഭാവം 3 ഘട്ടങ്ങളായി കാണിക്കുന്നു. ഫസ്റ്റ്ലി, റിട്ടേൺസ് ടു സ്കെയിൽ ഇൻക്രീസ് ബിക്കോസ് ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസ് ഇൻ ആൾ ഇൻപുട്ട്സ്. ഒന്നാമതായി, സ്കെയിൽ വർധനവിലേക്ക് മടങ്ങുന്നു, കാരണം മൊത്തം ഉൽപ്പാദനത്തിലെ വർധനവ് എല്ലാ ഇൻപുട്ടുകളുടെയും വർധനത്തിന് ആനുപാതികമാണ്. നെക്സ്റ്റ് പോയിന്റ്. സെക്കൻഡ്ലി, റിട്ടേൺസ് ടു സ്കെയിൽ ബിക്കം കോൺസ്റ്റൻറ്റ് ബിക്കോസ് ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ഇൻ എക്സാക്ട് പ്രൊപ്പോർഷൻ ടു ദ ഇൻക്രീസ് ഇൻ ഇൻപുട്ട്സ്. രണ്ടാമതായി, സ്കെയിലിലേക്കുള്ള വരുമാനം സ്ഥിരമായി തീരുന്നു, കാരണം മൊത്തം ഔട്ട്പുട്ടിൻ്റെ വർധനവ് ഇൻപുട്ടിൻ്റെ വർധനവിന് കൃത്യമായ അനുപാതത്തിലാണ്. നെക്സ്റ്റ് പോയിന്റ്. ലാസ്റ്റ്ലി, റിട്ടേൺസ് ടു സ്കെയിൽ ഡിമിനിഷ് ബിക്കോസ് ദ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസ് ഇൻ ഇൻപുട്ട്സ്. അവസാനമായി, സ്കെയിലിലേക്ക് മടങ്ങുന്നത് കുറയുന്നു, കാരണം ഔട്ട്പുട്ടിൻ്റെ വർധനവ് ഇൻപുട്ടിൻ്റെ വർധനവിന് ആനുപാതികമായതിനേക്കാൾ കുറവാണ്. നെക്സ്റ്റ് പോയിന്റ്. ദീസ് 3 stages are known as increasing returns to scale, constant returns to scale and diminishing returns to scale. In this figure, returns to scale increases from R to P, remains constant from P to Q and diminishes from Q to S. Next, our topic is increasing returns to scale. So, first point, when inputs are increased in a given proportion and output increases in a greater proportion, the returns to scale are said to be increasing. ഒരു നിശ്ചിത അനുപാതത്തിൽ ഇൻപുട്ടുകൾ വർദ്ധിക്കുകയും ഔട്ട്പുട്ട് കൂടുതൽ അനുപാതത്തിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്കെയിലിലേക്കുള്ള വരുമാനം വർദ്ധിക്കുന്നതായി പറയപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്. ഇൻ അതർ വേർഡ്സ്, പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിസൾട്ട്സ് ഇൻ എ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഉൽപ്പാദനത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും ആനുപാതികമായ വർധനവ് ആനുപാതികമായ ഉൽപ്പാദനത്തിനേക്കാൾ കൂടുതലാണ്. ഇത് സ്കെയിലിലേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കും. നെക്സ്റ്റ് പോയിന്റ്. ഇഫ് ദ ഇൻഡസ്ട്രി ഈസ് എൻജോയിങ് increasing returns, then its marginal product increases. As the output expands, marginal costs come down. The price of the product also comes down. വ്യവസായം വർദ്ധിച്ചു വരുന്ന വരുമാനം ആസ്വദിക്കുകയാണെങ്കിൽ അതിൻ്റെ നാമമാത്ര ഉൽപ്പന്നം വർദ്ധിക്കുന്നു. ഔട്ട്പുട്ട് വികസിക്കുമ്പോൾ നാമമാത്ര ചിലവുകൾ കുറയുന്നു.
ഉൽപ്പന്നത്തിൻ്റെ വിലയും കുറയുന്നു. In this shown figure, labor is measured on OX axis while capital is measured on OY axis. The line OP is drawn passing through origin on the isocon map. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് OX ലേബറും OY ക്യാപിറ്റലും ആണെന്ന് സൂചിപ്പിക്കുന്നു. ഐസോക്കോൺ മാപ്പിൽ പാസ് ചെയ്യുന്ന ലൈനാണ് OP. നെക്സ്റ്റ് പോയിന്റ്, this scale line OP represents different levels of input where the proportion between labor and capital remains constant. Next point, the distance between AB, BC, CD and DE are decreasing, as you can see in the figure. Next point, the increase in input is small as we go up the scale and output is larger. Output increases more than proportionate increase in input. Next, constant returns to scale. First point, when inputs are increased in a given proportion and output increases in the same proportion, constant returns to scale is said to prevail. Second point, when scale of production is further increased, marginal product remains constant. Next point, in the above figure, the successive equal product curves, isocons, are equidistant from each other along with the scale line OP, as you can see in the figure. When AB equal to BC equal to CD equal to DE, we can understand a change in the quantity capital and labor in a certain proportion causes a change in the output in the same proportion. Next, decreasing returns to scale. First point, if the firm continues to expand beyond the stage of constant returns, the stage of diminishing returns to scale will start operate. Second point, if proportionate increase in all inputs results in less than proportionate increase in output. Third point, the returns to scale is said to be decreasing. Next point, in the above figure, the larger gaps between successive isocons, equal product curves, indicate the operation of the law of diminishing returns to scale. Next point, the distance between AB, BC, CD and DE are increasing. Next point, this indicates that the scale have to be increased in larger quantities in order to get the same increase in output. Next point,
The increase in input is large as we go up the scale, and the output increases less proportionately than the increase in input. Next, our topic is assumptions of law of returns to scale. First point, all input factors are variable. Second point, there are no technical changes. Third point, there is perfect competition. Fourth point, the output is measured in quantities. Fifth point, a worker works with given tools and implements. Thank you.